പാരഡി ഗാനത്തിൽ വലിയ തരത്തിലുള്ള വിവാദങ്ങൾ ഓരോ മണിക്കൂറിലും ഇങ്ങനെ പുതുതായിട്ട് വന്നുകൊണ്ടിരിക്കുകയാണ്. അതിനകത്ത് CPM ഇപ്പോൾ ഒരു നിയമപരമായിട്ടുള്ള നടപടിയിലേക്ക് നീങ്ങാൻ ഒരുങ്ങുകയാണ്. പത്തനംതിട്ട CPM ജില്ലാ സെക്രട്ടറി രാജു എബ്രഹാം 24-നൊപ്പം ചേരുകയാണ്. അപ്പോൾ ഇത് വലിയ തരത്തിൽ വിവാദമായിക്കൊണ്ടിരിക്കുകയാണ്. അപ്പോൾ ഈ പാരഡി ഗാനത്തിനെതിരെ ഏത് തരത്തിൽ മുന്നോട്ട് പോകാനാണ് നിലവിൽ പത്തനംതിട്ട CPM ജില്ലാ കമ്മിറ്റി തീരുമാനിച്ചിരിക്കുന്നത്? തെരഞ്ഞെടുപ്പ് പെരുമാറ്റ ചട്ടത്തിൻ്റെ കടുത്ത ലംഘനമാണ് ഇവിടെ പാരഡി ഗാനം സ്വാമി അയ്യപ്പനെ ഉപയോഗിച്ചതിലൂടെ വന്നിരിക്കുന്നത്. ഒരു കാരണവശാലും മതസ്ഥാപനങ്ങൾ, ദൈവങ്ങൾ, മതപരമായ ചടങ്ങുകൾ തുടങ്ങിയവയൊന്നും തെരഞ്ഞെടുപ്പ് പ്രവർത്തനത്തിന് ഉപയോഗിക്കാൻ പാടില്ല എന്നുള്ളതാണ് തെരഞ്ഞെടുപ്പ് കമ്മീഷൻ്റെ കർശനമായ നിലപാട്. ഈ തെരഞ്ഞെടുപ്പിൽ 1-2 തവണ തെരഞ്ഞെടുപ്പ് കമ്മീഷൻ ആവർത്തിക്കുകയും ചെയ്തിരുന്നു. എന്നാൽ വളരെ വ്യാപകമായി തെരഞ്ഞെടുപ്പ് സമയത്ത് തന്നെ ഈ പാരഡി ഗാനം വ്യാപകമായി ഉപയോഗിച്ചു. പാരഡി ഗാനങ്ങൾ ഉപയോഗിക്കുന്നതിന് ഞങ്ങൾക്ക് ആർക്കും യാതൊരു എതിർപ്പുമില്ല. ആവിഷ്കാര സ്വാതന്ത്ര്യം കാലഘട്ടങ്ങളിലും ഞങ്ങൾ അതിനുവേണ്ടി പൊരുതിയ ആളുകളാണ്. പക്ഷേ ഇത് തെരഞ്ഞെടുപ്പ് കമ്മീഷൻ്റെ ചട്ടവിരുദ്ധമായതുകൊണ്ടാണ് ഇതിനെതിരെ പരാതി കൊടുക്കണം എന്നുള്ള ഒരു തീരുമാനത്തിലേക്ക് വരുന്നത്. നാളെ CPMൻ്റെ പത്തനംതിട്ട ജില്ലാ കമ്മിറ്റിയുണ്ട്. അവിടെ ഞങ്ങളിത് ആലോചിച്ച് ഇതിനെ സംബന്ധിച്ചുള്ള ഫൈനൽ തീരുമാനം തീർച്ചയായിട്ടും ഉണ്ടാവും. ഗുരുതരമായ പെശകാണ്. ഇനിയുള്ള തെരഞ്ഞെടുപ്പുകളിൽ പലരും ഈ നിലയിൽ മതങ്ങളെ അല്ലെങ്കിൽ മതസ്ഥാപനങ്ങളെ ദുരുപയോഗം ചെയ്യാൻ സാധ്യതയുണ്ട് എന്നുള്ള വളരെ ഗുരുതരമായ ഒരു പ്രശ്നവും നമ്മുടെ മുമ്പിലുണ്ട്. അതിനോടൊപ്പം തന്നെ ഈ തദ്ദേശ തെരഞ്ഞെടുപ്പ് പ്രഖ്യാപിച്ച സമയം, തദ്ദേശ തെരഞ്ഞെടുപ്പ് അതിൻ്റെ ഒരു പീക്കിലേക്ക് എത്തുന്ന സമയത്ത് തന്നെ ഈ പാട്ട് പാടി സമൂഹ മാധ്യമങ്ങളിലടക്കം വലിയ പ്രചരണം നേടിയിരുന്നു. തെരഞ്ഞെടുപ്പ് കഴിഞ്ഞതിന് ശേഷം അതിന് കുറച്ചുകൂടി റീച്ച് ഉണ്ടാകുന്നു. അപ്പോൾ ശബരിമല സ്വർണ്ണക്കൊള്ള CPMന് വലിയ തരത്തിൽ തിരിച്ചടിയായിട്ടുണ്ട്. അതാണ് തദ്ദേശ തെരഞ്ഞെടുപ്പിൽ പ്രതിഫലിച്ചത്. അപ്പോൾ പാട്ടും അതിന് വഴിയൊരുക്കി. അങ്ങനെ ബോധ്യം അതിൻ്റെ അടിസ്ഥാനത്തിലാണോ തെരഞ്ഞെടുപ്പ് കമ്മീഷനെ സമീപിക്കാനുള്ള തീരുമാനം? ശബരിമല സ്വർണ്ണക്കൊള്ള തെരഞ്ഞെടുപ്പിൽ എവിടെയെങ്കിലും സ്വാധീനിച്ചിരുന്നെങ്കിൽ തീർച്ചയായിട്ടും പിതൃസ്ഥാനീയൻ അയ്യപ്പൻ്റെ പിതൃസ്ഥാനീയൻ ജന്മം കൊണ്ട സ്ഥലമാണ് പന്തളമാണല്ലോ ഏറ്റവും പ്രധാനപ്പെട്ട സ്ഥലം. ആ പന്തളം മുനിസിപ്പാലിറ്റിയിൽ CPM ഈ ഇടതുപക്ഷ മുന്നണി ഈ വലിയ നേട്ടം ഉണ്ടാക്കാൻ കഴിയുമോ? ഒരിക്കലും ഉണ്ടാക്കാൻ കഴിയില്ല. ശബരിമല ഇരിക്കുന്ന വാർഡ് അത് CPM ജയിച്ചില്ലേ? ശബരിമല ഇരിക്കുന്ന പഞ്ചായത്ത് CPM ജയിച്ചില്ലേ? അപ്പോൾ അങ്ങനെയുള്ള ഒരു വാദഗതിക്ക് 1% പോലും പ്രസക്തിയില്ല. ഈ ആവിഷ്കാര സ്വാതന്ത്ര്യം എന്ന് പറയുന്ന ഒരു കാര്യത്തെ പൂർണ്ണമായിട്ട് ബഹുമാനിക്കുന്നു പറയുമ്പോഴും ഈ ഒരു പാട്ടിനെ ഒരു മതവികാരത്തെ വ്രണപ്പെടുത്തുന്നതാണ് എന്ന് എന്തുകൊണ്ടാണ് CPM നേതൃത്വം കരുതുന്നത്? അതിനൊരു പാട്ട് മാത്രമായി കണ്ടാൽ പോരെ? അല്ല, ഞങ്ങൾ പാട്ട് മാത്രം കാണുകയും പ്രോത്സാഹിപ്പിക്കുകയും ചെയ്യുന്ന ആളുകളാണ്. ആവിഷ്കാര സ്വാതന്ത്ര്യത്തെ പ്രോത്സാഹിപ്പിക്കുകയും ചെയ്യുന്ന ആളാണ്. എന്നാൽ തെരഞ്ഞെടുപ്പ് സന്ദർഭങ്ങളിൽ മതങ്ങളെയോ ആരാധനാമൂർത്തികളെയോ ദൈവങ്ങളെയോ ഒന്നും തെരഞ്ഞെടുപ്പിന് ഉപയോഗിക്കാൻ പാടില്ല എന്ന് കോൺഗ്രസിൻ്റെ എല്ലാ നേതാക്കന്മാർക്കും അറിയാവുന്ന കാര്യങ്ങൾ തന്നെയാണ്. ഇവിടെ ഇനി വസ്തുതാപരമായി പരിശോധിക്കുകയാണെന്നുണ്ടെങ്കിൽ ഇവിടെ പത്മകുമാർ CPMൻ്റെ നേതാവാണ്. ജയിലിൽ അടയ്ക്കാനുള്ള തീരുമാനത്തിലേക്കല്ലേ ഗവൺമെൻറ് SITയുമായി അവർക്ക് നിർദ്ദേശം കൊടുത്ത് ഹൈക്കോടതിയോടൊപ്പം തന്നെ കൂട്ടുന്നത്? അല്ലെന്നുണ്ടെങ്കിൽ പോറ്റിയുടെ ഒരു പ്രസ്താവന വന്നപ്പോൾ എന്തുകൊണ്ട് വിജിലൻസ് അന്വേഷണത്തിന് വേണ്ടി തീരുമാനം എടുത്തില്ല? കർശന അന്വേഷണമല്ലേ ദേവസ്വം ബോർഡ് വിജിലൻസ് നടത്തിയത്? ആ അന്വേഷണത്തിൻ്റെ അടിസ്ഥാനത്തിലല്ലേ ഹൈക്കോടതിയുടെ കർശനമായ നിർദ്ദേശം SIT രൂപീകരണത്തിലേക്ക് കാര്യങ്ങൾ എത്തിയത്? ഇനി രണ്ടാമത് വളരെ ഗുരുതരമായ പ്രശ്നം അത് മാത്രമല്ല. ഇപ്പോൾ ഇതുമായി ബന്ധപ്പെട്ട് ഇനി ഗാനം എഴുതുകയാണെങ്കിൽ എന്തുകൊണ്ട് ഗാനം പൂർണ്ണമാക്കി എഴുതാൻ കഴിഞ്ഞില്ല? ഇവിടെ സഖാക്കളുടെ പേരിൽ മാത്രമാണോ ഈ ആരോപണം എഴുതാൻ പറ്റുക? ഉണ്ണികൃഷ്ണൻ പോറ്റി ആദ്യമായി സ്വർണം ശബരിമലയിൽ നിന്ന് അടിച്ചുകൊണ്ടുപോയി അതുകൊണ്ട് ബ്രേസ്ലെറ്റ് ഉണ്ടാക്കി ഇടിപ്പിച്ചത് ആരെയാണ്? സോണിയാഗാന്ധിയല്ലേ? പക്ഷേ ഈ ഉണ്ണികൃഷ്ണൻ പൊട്ടിക്ക് എല്ലാ വഴിയും വെച്ചു കൊടുത്തത് CPMന് മുതിർന്ന നേതാവും മുൻ ദേവസ്വം ബോർഡ് പ്രസിഡന്റും ഒക്കെ ആയിരുന്ന പത്മകുമാർ തന്നെയാണ്. അല്ല, അതിനു മുമ്പ് തന്നെ ഉണ്ണികൃഷ്ണൻ പോറ്റി ബ്രേസ്ലെറ്റ് ഉണ്ടാക്കി ഡൽഹിയിൽ പോയി കേരളത്തിലെ നമ്മുടെ പാർലമെൻറ്റ് MPയുടെയും നമ്മുടെ UDF കൺവീനറുടെയും നേതൃത്വത്തിൽ ഡൽഹിയിൽ പോയി സോണിയാഗാന്ധിക്ക് ഈ ശബരിമല മോട്ടിച്ച സ്വർണം കൊണ്ട് വളയുണ്ടാക്കിയിട്ടില്ലേ, ബ്രേസ്ലെറ്റ് ഉണ്ടാക്കിയിട്ടില്ലേ? അതെന്തുകൊണ്ട് പാട്ടിൽ ഉൾപ്പെടുത്തിയില്ല? അപ്പോൾ അതുകൂടി ഉൾപ്പെടുത്താമായിരുന്നല്ലോ കോൺഗ്രസ്സുകാർക്ക്. എന്തിനാ മറച്ചു വെച്ച്? യാഥാർത്ഥ്യമല്ലേ? സോഷ്യൽ മീഡിയയിലും എല്ലായിടത്തും നമ്മുടെ മാധ്യമങ്ങളിലും എല്ലാം
ഇന്ന് സോണിയാഗാന്ധിക്ക് വളയിട്ടുകൊണ്ടിരിക്കുന്ന പടം വന്നുകൊണ്ടിരിക്കുകയല്ലേ. അപ്പോൾ എന്തുകൊണ്ടത് മറച്ചു വെച്ചു? അപ്പോൾ അതൊരു പ്രധാനപ്പെട്ട അതുകൂടി ഈ പാരഡിയിൽ വേണമെങ്കിൽ ഉൾപ്പെടുത്താമായിരുന്നു. ആ ഭാഗം കൂടെ വന്നു കഴിഞ്ഞാൽ ഇപ്പോൾ CPM തെരഞ്ഞെടുപ്പ് കമ്മീഷനെ സമീപിക്കില്ലേ? അപ്പം മതവികാരം വ്രണപ്പെടത്തില്ലേ? ഞാൻ സന്ദർഭവശാൽ പറഞ്ഞതേ ഉള്ളൂ. അതുകൂടി ഉൾപ്പെടുത്തിയിരുന്നെങ്കിൽ ആ പാട്ടിനൊരു മേളക്കൊഴുപ്പ് ഉണ്ടാക്കാൻ പറ്റുമായിരുന്നു. ആ മേളക്കൊഴുപ്പ് അല്പം കൂടെ കൂട്ടാമായിരുന്നു എന്ന് മാത്രമേ ഉള്ളൂ. അത് വന്നാലും വന്നില്ലെങ്കിലും തെരഞ്ഞെടുപ്പ് ചട്ടലംഘനം തന്നെയാണ്. അതിനകത്ത് തീർച്ചയായിട്ടും CPM മുന്നോട്ട് പോകും. അപ്പം അതെങ്ങനെ മുമ്പോട്ട് പോകാനാണ് ആലോചിക്കുന്നത്? തെരഞ്ഞെടുപ്പ് കമ്മീഷന് പരാതി കൊടുക്കുന്നു, അത് CPMന്റെ പത്തനംതിട്ട ജില്ലാ കമ്മിറ്റിയാണോ അല്ലെങ്കിൽ സംസ്ഥാന നേതൃത്വവുമായി ബന്ധപ്പെട്ട് ആലോചിച്ചുകൊണ്ട് അങ്ങനെ മുമ്പോട്ട് പോകാനാണോ ആലോചിക്കുന്നത്? സംസ്ഥാന നേതൃത്വവുമായിട്ട് ആലോചിക്കും. നാളെ പത്തനംതിട്ട ജില്ലയിൽ ആലോചിക്കും. അത് സംബന്ധിച്ചുള്ള വ്യക്തമായ തീരുമാനം എടുത്തുകൊണ്ട് തന്നെ ശക്തമായിട്ട് തന്നെ മുന്നോട്ട് പോകും. ഒരു കാരണവശാലും ഇപ്പോൾ ഹൈന്ദവ സംഘടനകൾ, വിവിധ സംഘടനകൾ പരാതി കൊടുത്ത് മുന്നോട്ട് വരികയാണ്. നാളെ ഇത് എവിടേക്കാണ് എത്തുക? സ്വാഭാവികമായിട്ടും വലിയൊരു ധ്രുവീകരണത്തിലേക്ക് കാര്യങ്ങൾ പോവുകയല്ലേ. അപ്പം അതുകൊണ്ട് തന്നെയാണ് തെരഞ്ഞെടുപ്പ് കമ്മീഷൻ ഇത്തരം വിലക്കുകൾ ഏർപ്പെടുത്തിയിട്ടുള്ളത്. ഒരു വർഗീയ സംഘർഷം, ഒരു വർഗീയ ചിന്താഗതിയിലേക്കും ധ്രുവീകരണത്തിലേക്കും കേരളത്തെ കൊണ്ടുപോകാൻ ഇങ്ങനെയുള്ള ശ്രമങ്ങൾ ഇടവരുത്തുന്നുണ്ടോ എന്നുള്ളത് വളരെ അപകടകരമായ സ്ഥിതിവിശേഷം നമ്മുടെ നാട്ടിലുണ്ടാക്കും. അത് വളരെ ഗൗരവമുള്ള പ്രശ്നമാണ്. അപ്പോൾ വലിയ തരത്തിലുള്ള ഒരു വർഗീയ ധ്രുവീകരണത്തിന് ഈ പാട്ട് ഇടവരുത്തും എന്നുള്ളത് മുന്നിൽ കണ്ടുകൊണ്ടാണ് അതിനെ നിയമപരമായിട്ട് നേരിടാൻ വേണ്ടിയിട്ട് CPM ഒരുങ്ങുന്നത് എന്നുള്ള കാര്യമാണ് CPMന്റെ പത്തനംതിട്ട ജില്ലാ കമ്മിറ്റി സെക്രട്ടറി രാജു എബ്രഹാം പറയുന്നത്. സംസ്ഥാന നേതൃത്വമായി കൂടി ആലോചിച്ചുകൊണ്ട് തെരഞ്ഞെടുപ്പ് കമ്മീഷനെ സമീപിക്കും, അങ്ങനെ ഇതിനെതിരെ മുന്നോട്ട് പോകും എന്നുള്ള കാര്യം തീർച്ചയായിട്ടും പറയുന്നുണ്ട്. ഇത്തരം ആവിഷ്കാര സ്വാതന്ത്ര്യത്തെയും പാട്ടുകളെയും ഒക്കെ പൂർണ്ണമായിട്ട് ബഹുമാനിക്കുന്ന ആളുകൾ തന്നെയാണ് CPM. അതിനകത്തൊന്നും ഒരു തരത്തിലുള്ള വിട്ടുവീഴ്ചയില്ല. പക്ഷേ മതവികാരത്തെ വ്രണപ്പെടുത്തുന്ന തരത്തിൽ മുമ്പോട്ട് പോയാൽ അതിനെ ഒരു തരത്തിലും അംഗീകരിക്കാൻ കഴിയില്ല എന്നുള്ള കാര്യമാണ് പറയുന്നത്. അങ്ങേയറ്റം തെരഞ്ഞെടുപ്പ് ചട്ടലംഘനം തന്നെയാണ് ഇവിടെ നടന്നിട്ടുള്ളത് എന്നുള്ളത് കൊണ്ടുകൂടിയാണ് നിയമപരമായിട്ട് മുന്നോട്ട് പോകാൻ തീരുമാനിക്കുന്നത് എന്നുള്ള കാര്യങ്ങൾ കൂടിയാണ് നിലവിൽ രാജു എബ്രഹാം പറയുന്നത്. ലോകത്തെവിടെയായാലും ഏത് സമയത്തും 24 വാർത്തകളും ഓഗ്മെന്റഡ് റിയാലിറ്റി പാക്കേജുകളും എക്സ്പ്ലെയിനറുകളും വിശദമായി കാണാൻ ഞങ്ങളുടെ യൂട്യൂബ് ചാനൽ നിങ്ങൾക്ക് സബ്സ്ക്രൈബ് ചെയ്യാം. ലോകത്തെവിടെയായാലും ഏത് സമയത്തും 24 വാർത്തകളും ഓഗ്മെന്റഡ് റിയാലിറ്റി പാക്കേജുകളും എക്സ്പ്ലെയിനറുകളും വിശദമായി കാണാൻ ഞങ്ങളുടെ യൂട്യൂബ് ചാനൽ നിങ്ങൾക്ക് സബ്സ്ക്രൈബ് ചെയ്യാം.